28 മണിക്കൂർ നീണ്ട ദുരിതത്തിന് ശേഷം ലക്ഷദ്വീപ് അഗത്തിയിൽ നിന്നുള്ള വിമാനം കൊച്ചിയിലെത്തി. കണ്ണൂരിൽ നിന്നുള്ള യാത്രാസംഘം ഉൾപ്പെടെ വ്യാഴാഴ്ച മുതൽ അനുഭവിച്ചത് കടുത്ത ദുരിതം. വെള്ളിയാഴ്ച വൈകിട്ട് 4-നാണ് വിമാനം കൊച്ചിയിലെത്തിയത്. യാത്രക്കാർക്ക് ഒരു സൗകര്യവും ഒരുക്കാതെ ദ്രോഹിച്ചതിനെതിരെ വ്യോമയാന മന്ത്രാലയത്തിനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് യാത്രക്കാർ. 66 യാത്രക്കാരുമായി ലക്ഷദ്വീപ് അഗത്തി വിമാനത്താവളത്തിൽ കുടുങ്ങിയ അലയൻസ് എയർ വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയത്. 28 മണിക്കൂർ നീണ്ട ദുരിതത്തിനാണ് ഇതോടെ അറുതിയായത്. വെള്ളമോ ഭക്ഷണമോ ലഭിക്കാത്തതിനാൽ യാത്രക്കാരിൽ പലരും അവശരായിരുന്നു. യാത്രാസംഘത്തിൽ 88 വയസ്സുള്ള സ്ത്രീയും കൈക്കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. വ്യാഴാഴ്ച രാവിലെ ലക്ഷദ്വീപ് അഗത്തി വിമാനത്താവളത്തിൽ നിന്ന് മടക്കയാത്രക്കായി കൊച്ചിയിലേക്ക് പുറപ്പെടാനിരിക്കെയാണ് അലയൻസ് എയർ അവസാന നിമിഷം റദ്ദാക്കിയത്. സാങ്കേതിക തകരാർ പറഞ്ഞാണ് സർവീസ് റദ്ദാക്കിയത്. വിമാനം അപ്രതീക്ഷിതമായി റദ്ദാക്കിയാൽ സാധാരണ എയർ കമ്പനികൾ ഭക്ഷണവും താമസ സൗകര്യവും അടക്കം ഒരുക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇതിനൊന്നും അലൈൻ എയർ തയ്യാറായില്ല. ഇത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തു. എഞ്ചിൻ തകരാറായതിനെ തുടർന്ന് ഹൈദരാബാദിൽ നിന്നും മെക്കാനിക് എത്തിയതിനു ശേഷമാണ് പ്രശ്നം പരിഹരിച്ചത്. കടുത്ത ദുരിതമാണ് തങ്ങൾ അനുഭവിച്ചതെന്ന് യാത്രക്കാരിലൊരാൾ പറഞ്ഞു. ഇന്നലെ ഞങ്ങൾ എല്ലാവരും ഓരോ സ്ഥലങ്ങളിലായിട്ടാണ്. കാരണം ഞങ്ങൾക്ക് നല്ല ഒരു അക്കോമഡേഷൻ കാര്യമായിട്ടുള്ളത് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളെല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ എയർപോർട്ടിൽ അവർ വിളിച്ചിട്ട് പറഞ്ഞു 9 മണിക്ക് വരാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നു. ഞങ്ങൾ 8:45 ആയപ്പോൾ തന്നെ എയർപോർട്ടിൽ വന്നതിന് ശേഷം പിന്നെ അതായത് ഈ ഫ്ലൈറ്റിൻ്റെ അലയൻസ് ഫ്ലൈറ്റിൻ്റെ ഒരു പാർട്സ് ഇന്നലെ ഹൈദരാബാദിൽ നിന്ന് ഇവിടെ നെടുമ്പാശ്ശേരി കൊച്ചിൻ എയർപോർട്ടിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ പിന്നെ മോശം കാലാവസ്ഥ കാരണം അവർക്ക് കയറ്റിവിടാൻ പറ്റിയില്ല. അപ്പം ഇപ്പം ഇവരിവിടെ നിന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പം പറഞ്ഞത് അവിടുന്ന് ഹെലികോപ്റ്ററിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ എത്തിയതിന് ശേഷം അത് ഫിക്സ് ചെയ്തതിന് ശേഷം ഇന്ന് സർവീസ് നടത്തുന്നതാണ് ഇപ്പം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഞങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ് വെളിയിൽ. കാരണം ഞങ്ങൾ ഒത്തിരി ആൾക്കാരുള്ളത് കൊണ്ട് ഇവിടെ ഇതൊരു ചെറിയ എയർപോർട്ടാണ്. അപ്പോൾ ഇവർ നമ്മളെ അങ്ങോട്ടേക്ക് അകത്ത് കയറ്റി വിടുന്നില്ല. എല്ലാവരും ഇവിടെ വെയിലത്താണ് ഇരിക്കുന്നത്. ഒരു സൗകര്യവും ഒരുക്കാതെ 28 മണിക്കൂറോളം യാത്രക്കാർക്ക് ദുരിതം അനുഭവിക്കേണ്ടി വന്നതിൽ അലൈൻ എയറിനെതിരെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകുമെന്നും യാത്രക്കാർ അറിയിച്ചു. കണ്ണൂരിൽ നിന്നുള്ള നിരവധി യാത്രക്കാരും വിമാനത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.